ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോരുണ്ടായിരുന്നു ഇവിടെ അടുത്ത്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കരിങ്കാളീനെ കൊണ്ടുപോയിട്ടാണ്, 2 കരിങ്കാളീനെ കൊണ്ടുപോയത്. അപ്പോൾ അതൊരു വഴിപാടാണ്. അപ്പോൾ അതിന് വേണ്ടി കരിങ്കാളിയുടെ വേഷം ധരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേഷം കെട്ടുകയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ പോയി നിന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ ഈ കരിങ്കാളീനെയൊക്കെ വേഷം കെട്ടിയതൊക്കെ കാണുമ്പോൾ മുന്നത്തൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത്, നല്ല കുട്ടിക്കാലമല്ല എന്ന് വെച്ചാലും ഒരു 9 10 പഠിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ചെറുവരമ്പത്തുകാവ് പൂരമാണ് ഞങ്ങളുടെ പൂരം. അത്ര നല്ല ഫേമസ് പൂരം തന്നെയാണ്. അപ്പോൾ പാടത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ പൂരം കാണാൻ ഞങ്ങൾ വിരുന്നുകാരൊക്കെ വന്നിട്ട് എല്ലാവരും കൂടിയിട്ടൊരു ഗ്യാങ്, അതായത് ഞങ്ങൾ കുറച്ച് പെൺപിള്ളേരൊക്കെ വിട്ട് ഇങ്ങനെ ഗ്യാങ്ങായിട്ട് ഇങ്ങനെ പൂരം കാണാൻ നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ നല്ല രസമല്ലേ, എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം എന്താ പറയുക, ഐസൊക്കെ ഇടയ്ക്ക് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ നല്ല രസമാണ്. നല്ല കാളിവേഷങ്ങൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കൗതുകമാണ്. അതായത് നല്ല ഭംഗിയിൽ അത്ര നല്ല സുന്ദരികളായിട്ടാണ് വരുന്നുണ്ടാവുക. നല്ല മേക്കപ്പൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലാണ് വരുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ ഒരു മഞ്ഞക്കാളിയാണ് കേട്ടോ. മഞ്ഞക്കാളിയുടെ പിന്നിൽ ഒരുപാട് കൊട്ടും അതൊക്കെ ആയിട്ട് നല്ല താളത്തിൽ, അതാണെങ്കിൽ ഒരു പ്രത്യേക അഴക്. ഈ മഞ്ഞക്കാളി കെട്ടിയ ആളെ കാണാൻ ഒരു പ്രത്യേക അഴക് കേട്ടോ. നടപ്പും എല്ലാം സ്ത്രീകളുടെ പോലെ തന്നെ ഒരു പ്രത്യേക ഭംഗിയിൽ ഇങ്ങനെ ആടി ഇതായിട്ട്. അപ്പോൾ ഈ മഞ്ഞക്കാളിയാണെങ്കിൽ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ. അപ്പം ഞങ്ങളതിനെ തന്നെ ഇങ്ങനെ നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പരിചയമുള്ള ആൾക്കാരാണോ, ഇനി അതിൻ്റെ ബാക്കിൽ നിൽക്കണവനെ പരിചയമുണ്ടോ, അതൊന്നും പരിചയക്കാരൻ ആരെയും കാണാനില്ല. പക്ഷേ ഈ മഞ്ഞക്കാളിയാണെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട്, അത് നമ്മൾ കണ്ടിട്ടില്ലേ പൂരത്തിനൊക്കെ വേഷങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള സ്ത്രീകളും അങ്ങനെ കുറേ ദേവിയുടെയൊക്കെ വേഷങ്ങൾ ധരിച്ച് അവർക്ക് എപ്പോഴും മുഖത്ത് ചുണ്ടിലൊരു പ്രത്യേക അഴകുള്ള പുഞ്ചിരിയായിരിക്കുക. അതുപോലെ നല്ല പുഞ്ചിരി, ഒരു പ്രത്യേക അഴകിൽ ചിരിച്ചിട്ടങ്ങനെ വരിക. അപ്പം ഞങ്ങളൊക്കെ അത്രയും അസൂയോട് കൂട്ടാണ് നോക്കണത്, അത്ര ഭംഗിയാണല്ലോ. അപ്പം ഇങ്ങനെ നോക്കി നിൽക്കണ നേരത്ത് ഈ മഞ്ഞക്കാളി ഒരു സമയം കഴിഞ്ഞപ്പോൾ എത്താറായിട്ടാണ്. ആ സമയത്ത് ഈ മഞ്ഞക്കാളി എല്ലാം വലിച്ചെറിഞ്ഞിട്ട്, വാളും ചിലമ്പും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് നേരെ ഞങ്ങളുടെ നേർക്ക് ഓടി വന്നു. ഞങ്ങളുടെ നേർക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് എൻ്റെ കൃഷ്ണ, ഈ മഞ്ഞക്കാളി ഞങ്ങളുടെ നേരെ ഓടി വരുന്നത്, നമ്മളതിനൊന്നും അബദ്ധമൊന്നും കാണിച്ചില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിൽ നിൽക്കണ പെണ്ണുങ്ങൾ തന്നെ, അതായത് ഞങ്ങളെ പ്രായമുള്ള എൻ്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞു എന്താണ് ഉണ്ടായതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒന്നുമില്ല, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. മഞ്ഞക്കാളിയാണെങ്കിലോ ഒന്നും നോക്കണില്ല, നേരെ ഞങ്ങളുടെ നേർക്ക് ഓട്ടം. ഞങ്ങൾ ബാക്കിലേക്ക് പോകാൻ വേണ്ടത്. ഇനിയിപ്പോൾ മഞ്ഞക്കാളി കൊട്ടുകാരും ചെതറി ഓടുന്നുണ്ട്, എന്താണെന്നൊരു പിടുത്തം കിട്ടണില്ല. ഈ മഞ്ഞക്കാളിക്ക് എന്ത് പറ്റിയെന്നുള്ളതിൽ വല്ല ഇനി പാമ്പിനെ കണ്ടിട്ടോ, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനായി. എന്താണെന്ന് സംഭവം പിടികിട്ടണില്ല. അങ്ങനെ ഞങ്ങളപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്, എന്നാലും ചുറ്റുപാട് പകച്ച് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ എന്താ, മഞ്ഞക്കാളി കൊട്ടുകാരും കൂടിയിട്ട് ഇങ്ങനെ തുള്ളി നല്ല താളത്തിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിലൊരു ആന ഓടുന്നത്. ആന ഓടിയതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ മഞ്ഞക്കാളിയുടെ ഭംഗി ആസ്വദിച്ച് നിൽക്കുകയാണ്, അവരുടെ കൊട്ടും ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. ആ നേരത്താണ് ആന ഓടിയത്. ആന ബാക്കിൽ കുറച്ച് അകലെയായിട്ട് ആന ഇങ്ങനെ പാഞ്ഞു വന്ന്, ആന വരുന്നു ഓടിക്കുമോയെന്ന് കേട്ടു മഞ്ഞക്കാളിയും കൂട്ടരും. ഞങ്ങൾ കേട്ടില്ല. അപ്പോഴത്തേന് അങ്ങനെ ആന തൊട്ട് പിന്നിൽ നോക്കിയപ്പോഴാണ് ആന ഓടി വന്ന് അകലുന്ന് കണ്ടത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ജീവൻ കിട്ടല്ലേ, താളമൊക്കെ പോയി, എല്ലാം വലിച്ചെറിഞ്ഞ് അവരോട്ടം. ഞങ്ങളാണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. നോക്കുമ്പോൾ ആനതേ ആനതേ ആകെ കൊമ്പൊക്കെ കുലുക്കിയിട്ട് പാഞ്ഞു വരിക. ഞങ്ങളെവിടേക്കാണ് ഓടേണ്ടത് എന്നറിയില്ല. പാടം ഫുള്ള് ഇങ്ങനെ നിരന്ന് കിടക്കുക. ഒളിച്ചിരിക്കാനോ അല്ലെങ്കിൽ പാത്തിരിക്കാനോ ഒന്നിനും ഒരു മാർഗ്ഗവുമില്ല. അങ്ങനെ ഞങ്ങൾ ഓട്ടം. അപ്പോഴല്ലേ പിടികിട്ടിയത്, പിന്നെ ഞങ്ങൾക്ക് ജീവൻ രക്ഷപ്പെടുത്തണ്ടേ. അങ്ങനെ ഞങ്ങൾ ഓട്ടം. ഓടിയിട്ട് നോക്കുമ്പം ഞങ്ങൾ ചെയ്ത പണി കേൾക്കണോ, ഒരു തോടുണ്ടല്ലോ, നല്ല കുഴിയുള്ള തോടാണ്. ആ തോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒളിച്ചിരുന്നു. അതായത് ആന കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തോട്ടിൽ ഒളിച്ചിരിക്കുക. ആന ഓടി വരുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ആരെങ്കിലും തോട്ടിലൊക്കെ ഒളിച്ചിരിക്കുമോ? ഞങ്ങളിങ്ങനെ ആ തോട്ടിലിങ്ങനെ ഒളിച്ചിട്ടും പാത്തിട്ടിരുന്നു. നോക്കുമ്പോൾ ആന അങ്ങോട്ട് പാഞ്ഞു വന്നു. ആ നേരത്ത് ഞങ്ങളുടെ ഏട്ടന്മാരൊക്കെ ഉണ്ട്. ഏട്ടന്മാരെല്ലാവരും കൂടിയിട്ട് വന്ന് ഞങ്ങളതിനൊക്കെ പിടിച്ച് വലിച്ച് ഓട്ടം. അങ്ങനെ ഒരു വിധേനൊക്കെ ഓടിയിട്ട് കുറച്ച് ദൂരെ അങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും വന്ന്, പാപ്പമാരും എല്ലാവരൊക്കെ വന്ന് അപ്പോഴത്തേനും ആകെ ജനങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാം ആകെ ബഹളമായി. അങ്ങനെ ആനേനെ തളച്ചു.
ഞാൻ പിടിച്ചു. അന്നത്തെ ആ പൂരം ചിറയൻമുത്തുകാവ് പൂരം ആകെ അലങ്കോലമായിട്ടാണ്. പക്ഷെ പിന്നീട് അത് ആലോചിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇപ്പോഴും ഈ കാളികളേനെ, അതായത് കാളി വേഷം ധരിച്ച ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്കപ്പം ചിരി വരും. പഴയ കാര്യം ഇങ്ങനെ ഓർമ്മ വരും. അന്ന് ഓടിയ ഓട്ടം എന്താ ജീവൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ജീവൻ പടഞ്ഞിട്ടുള്ള ഓട്ടം. അയ്യോ ഭയങ്കര രസമായിരുന്നു. പിന്നീട് അതിനെ ഓർത്ത് ചിരിക്കുക തന്നെ ചിരി തന്നെ ചിരി. ഞങ്ങളിപ്പോഴും ഇടയ്ക്ക് കൂട്ടുകാരൊക്കെ കൂട്ടി ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ അന്നത്തെ കാര്യമൊക്കെ പറയും. അന്ന് ഓടിയ ഓട്ടം, അതിൻ്റെ ഇടയിൽ ചേച്ചി കൊണ്ട് തോന്നുന്നു പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ചേച്ചീനെ പിടിച്ച് വലിച്ച് ഓടണ്ടേ ആ ഓട്ടം. അപ്പോൾ എന്തോ നാടകക്കാരുടെ സ്റ്റേജ് ഉണ്ടല്ലോ, ഈ സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് അങ്ങോട്ട് വലിച്ച് കയറ്റിയിട്ട് അവിടെ മാറ്റി നിർത്തി ഏട്ടൻ. പക്ഷേ ആന വന്നു കഴിഞ്ഞാൽ സ്റ്റേജ് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ, അവിടുന്ന് പിന്നെ ആരൊക്കെയോ വിളിച്ച് വലിച്ചഴിച്ച് വീണ്ടും വേറെ വഴിക്ക് ഓടി. അങ്ങനെയൊക്കെ ആയിട്ട് ആകെ ബഹളമായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുക, എല്ലാവരോടും ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതായത് ഈ ഒരു കാര്യം, മഞ്ഞക്കാളി തുള്ളിയിട്ട് നല്ല താളത്തിൽ വരുമ്പോഴുള്ള ആനോട്ടം നല്ല രസമായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.